നമസ്കാരം. ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ മഞ്ചേരിയിലെ പയ്യനാട് മലപ്പുറം ജില്ലാ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേർഡ് ബൈ അമുൽ സീസൺ 1 മാച്ച് ഡേ 14. ഇന്ന് തൃശൂർ മാജിക് FC നേരിടുന്നു ഫോർസ കൊച്ചി FCയെ. മലപ്പുറത്ത് മഞ്ചേരിയിൽ പയ്യനാട് സ്റ്റേഡിയത്തിൽ നിന്നും തത്സമയം സ്റ്റാർ സ്പോർട്സ് ഫസ്റ്റ് ചാനലിലും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലും മലയാളം തത്സമയ കളി വിവരണത്തോടെ. തൃശൂർ മാജിക്കിന്റെ ലൈനപ്പ് നോക്കാം നമുക്ക്. ഗോൾ പോസ്റ്റിൽ ജെയ്മി ജോയ്, സുജിത്തും ഡാനിയും മെയിൽസണും ഇനാമുൽ ഹക്കും അടങ്ങുന്ന ഡിഫൻസ്. 5 മിഡ്ഫീൽഡ് ക്യാപ്റ്റൻ വിനീത്, ആദിൽ, ലൂക്കാസ്, ഫിഡോ, അർജുൻ, MM ആൻഡ് ജേഴ്സി നമ്പർ 11 അലക്സ് ദോസ് സാന്തോസ് ആണ് മുന്നേറ്റ. ഫോർസയുടെ ലൈനപ്പ് നോക്കിയാൽ ഗോൾ പോസ്റ്റിൽ അജ്മൽ, അജയ് അലക്സും ലൂയിസും നിതിൻ മധുവും ജഗന്നാഥും ഡിഫൻസിൽ, നിദാൽ, ആസിഫ്, ഡിസിരി ഒമറാൻ മിഡ്ഫീൽഡിൽ, നിജോ ഗിൽബർട്ട്, രാഹുൽ KP എന്നിവർ ഡോറിയൽട്ടനൊപ്പം ചേരുമ്പോൾ 4-3-3 ഫോർമേഷനിൽ തൃശൂർ മാജിക്കിന്റെ റീസ്റ്റാർട്ട്. ഫൗൾ കിക്ക്, ബോക്സിലേക്ക് വന്ന പന്തിൽ വിനീത്. അവിടെ നോക്കാം, എല്ലാ ബോൾ മെയിൽസിന്റെ ടച്ച് ആണ് അവിടെ വരുന്നത്. പക്ഷെ അത് ലൂസ് ബോൾ അവിടെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ആ ബോൾ ഒന്നാമത് സ്ലിപ്പറി ആണ്, നമ്മൾ കണ്ടതാണ്. നാലാമത്തെ കോർണറാണ്, സ്വിംഗിങ് കോർണർ വരുന്നു. സെക്കൻഡ് ബോള് ബോക്സിന്റെ എഡ്ജിൽ വന്ന് പിടിച്ചെടുക്കുന്നത് അർജുനാണ്. അർജുൻ ആ പന്ത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. വീണ്ടും കാണാം ഡേഞ്ചറസ്ലി അർജുന്റെ ക്രോസ് വന്ന് തട്ടുന്നത് മറുഭാഗത്ത് ഫോർസൈഡ് ബോക്സിന്റെ അകത്ത് അവരുടെ ക്യാപ്റ്റൻ നിദാലിന്റെ ചെസ്റ്റിലാണ്. ലക്കി അതൊരു ഡേഞ്ചർ ഡിഫ്ലക്ഷൻ ആയില്ല. പക്ഷെ ബോക്സിനുള്ളിൽ അത് ഫസ്റ്റ് ടൈം അത് റിസീവ് ചെയ്ത് ആ പന്ത് ക്യാരി ചെയ്ത് പോയിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ഡേഞ്ചർ ആയിരുന്നു. നൗ ലുക്ക് അറ്റ് ദിസ്. നൗ ഇപ്പോ വീണ്ടും പർപ്പിൾ ജേഴ്സി അണിഞ്ഞ താരങ്ങളുടെ ഒരു പട തന്നെ അവിടെ രൂപപ്പെട്ടു. ഇതാണ് അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ വിനീത് ഒരു ഹെഡർ പാസ് നൽകുന്നവരുടെ വീണ്ടും ഒരിക്കൽ കൂടി അനായാസം ബോക്സിന്റെ നടുവിൽ നിന്ന് അത് ക്ലിയർ ചെയ്ത് കളയുകയാണ് ജേഴ്സി നമ്പർ 3 ലൂയിസ് ഏഞ്ചൽ റോഡ്രിഗസ് ലൂയിസിന്റെ ക്ലിയർ നോക്ക്. അവിടെ അർജുനിലേക്ക് ബോൾ വരുമ്പോൾ തന്നെ സെക്കൻഡ് ബോളിന് വേണ്ടിയിട്ട് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. മലപ്പുറത്തെ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേർഡ് ബൈ അമുൽ സീസൺ 1 മാച്ച് ഡേ 14 തൃശൂർ 0 ആൻഡ് ഫോർസ കൊച്ചി 0. ഫോർസ കൊച്ചിയുടെ ബോക്സിനകത്തേക്ക് ഹെഡർ ബോൾസ് ആണ്. അത് ഗോൾ കീപ്പറെ ചാലഞ്ച് ചെയ്തു. ഉറപ്പാണ്. കാരണം ആ പന്ത് കുറെ നേരമായി അന്തരീക്ഷത്തിൽ തന്നെയായിരുന്നു. പന്ത് നിലം തൊട്ടിട്ടില്ല. ഒടുവിൽ ആ പന്ത് ഗോൾ കീപ്പറയിൽ നിലത്തൊടാൻ അനുവദിക്കാതെ അവിടെ എതിരാളികൾ വന്ന് ഹജ്മലിനെ ഫൗൾ ചെയ്യുമ്പോൾ റെഫറി വിസിൽ മുഴക്കുന്നു. സെക്കൻഡ് ബോൾ പിടിച്ചെടുക്കാൻ ഫെലോയ്ക്ക് തടസ്സമാകുന്നത് ഗ്രൗണ്ടിന്റെ സ്ലിപ്പറിയാണെന്ന് കാണാം. അവിടെ വീണ്ടും ഒരു ലോങ് ബോൾ വരികയാണ്. ഇൻസൈഡിലേക്ക് വരുന്നു. ചാൻസ് ആൻഡ് ബ്രില്യന്റ് ഡിഫെൻഡിങ്. നല്ല ഡിഫെൻഡിങ് ആണ് വീണ്ടും ഒരിക്കൽ കൂടി. അവിടെ ഐ തിങ്ക് ഇനാമുൽ ഹക്കാണ് അവിടെ ഡോറിൽട്ടനിലേക്ക് ബോൾ വരുന്നതിന് മുൻപേ തന്നെ വീണ്ടും ആ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ആ ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു കളിക്കാരൻ അവിടെ തെന്നി വീഴും. അതായത് ഇഞ്ചോർഡായി. ആ തെന്നി വീണത് കൊണ്ട് അവിടെ അനാവശ്യമായ ഒരു കൂട്ടിയിടി which resulted in that injury. ആ കളിക്കാരൻ അവിടെ താഴെ വീണ് കിടക്കുകയാണ്. സുജിത്തിന്റെ ആദ്യം അത് വിനീതിലേക്ക് വന്നു. വിനീതിനെ പിടിക്കാൻ സാധിച്ചില്ല. പിന്നെ വെൽബറിലേക്ക് വന്നു. പുറത്ത് വെൽബർ ഫിലോ വളരെ പവർഫുൾ ആയിട്ട് അടിക്കുന്നു. ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. സുജിത്തിന്റെ ഒരു പവർഫുൾ ഗ്രൗണ്ട് ബോൾ ആണ്. വിനീതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. പാസിംഗ് ആക്യുറസി, they need to be more accurate on passes. തൃശൂർ മാജിക് എങ്കിൽ മാത്രമേ അവർക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഗോള് കണ്ടെത്താൻ കഴിയൂ. നല്ലൊരു ഓവർലാപ്പിംഗ് ഫ്രം ഹക്കിന്റെ ക്രോസ് ആൻഡ് ക്യാപ്റ്റൻ CK വിനീതിന്റെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഹെഡർ. പക്ഷേ ടാർഗറ്റിന് ഓഫ് ടാർഗറ്റായി പോവുകയാണ്. വെളിയിലേക്കാണ് പോയത്. നല്ല ട്രൈ. എനിവേ തൃശൂർ മാജിക് FC 0 ആൻഡ് ഫോർസ കൊച്ചി 0. നല്ലൊരു ബ്യൂട്ടിഫുൾ ബോൾ ആണ് റൈറ്റ് സൈഡിലേക്ക് കൊടുത്തത്. അത് അർജുൻ അത് ഭംഗിയായിട്ട് എടുക്കുകയും ചെയ്തു. ഇൻസൈഡിലേക്ക് ഒരു ഗോൾ കീപ്പറെ കുറിച്ചും പോസ്റ്റിന് മുന്നിൽ ഗോൾ കീപ്പർ ഒരു ടീമിന് എത്രമേൽ നിർണായക സ്ഥാനമാണ് ഒരു ഗോൾ കീപ്പർ വഹിക്കുന്നത് എന്നതിനെ കുറിച്ച് പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഹിയർ ഹി ഈസ് ഇൻ ആക്ഷൻ. നോക്കുക, ബാക്ക് ഒരു ടച്ച് എടുത്ത് അതിനു മുൻപേ ഒരു പവർഫുൾ ഷോട്ടിനാണ് ശ്രമിക്കുന്നത്. അവിടെ
നോക്ക് അവിടെ ലൂക്കാ സിൽവ, അദ്ദേഹത്തിന്റെ ഒരു ഷോട്ടാണ് വരുന്നത്, പവർഫുൾ ഷോട്ട്. അജ്മൽ അത് ക്രോസിന് കുറച്ചുകൂടെ കൃത്യത വരികയാണ്. പിന്നെ നിജോ, ഡോറിയൽട്ടൺ, വീണ്ടും ഫോർസയുടെ മുന്നേറ്റം, നല്ലൊരു പാസ് ഇടതിലേക്ക് പോകുന്നു, സെന്ററിലേക്ക് വരുന്നു. രാഹുൽ, വാട്ട് ആ മിസ്! തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾ നേടാനുള്ള അവസരമാണ് കാസർഗോട്ടുകാരൻ രാഹുൽ കെ പി അവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത്. വാട്ട് ആ ബോൾ, വാട്ട് ആ ബോൾ ഫ്രം ക്യാപ്റ്റൻ നിദാൽ. അവിടെ നോക്കുക, നിജോ ഗിൽബർട്ട് സ്റ്റാർട്ട് ചെയ്തു. നിജോ ഗിൽബർട്ടിന്റെ പാസ് അവിടെ ഡോറിയൽട്ടണിന് നിന്നാണ് അവിടെ. പിന്നെ നിജോ, ചാലഞ്ച്, അതൊരു കാർഡ് അർഹിക്കുന്ന ഒരു ചാലഞ്ച് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നിജോ ഗിൽബർട്ടിന്റെ ഒരു മികച്ച മുന്നേറ്റത്തിന് അവിടെ നേർക്കുനേർ നിന്നൊരു ടാക്കിളിലൂടെ തടയുകയാണ് തൃശൂർ മാജിക്കിന്റെ ഡിഫൻഡർ. ഐ തിങ്ക് സുജിത്തോ ഇനാമുൽ ഹക്കോ, സുജിത് വി ആർ, ഐ തിങ്ക് സുജിത് വി ആർ. വരുതിയിലേക്ക് പന്ത്, പക്ഷേ ആ പാസ് ഫോർവേഡ് ബോൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു മുന്നേറ്റത്തിന് കൂടി തടയിടുകയാണ് അവിടെ. ത്രൂ ബോൾ, രണ്ട് കളിക്കാർ ഇൻസൈഡിലേക്ക് ആൻഡ് ഫ്രീ കിക്ക്. ബോക്സിന്റെ വെളിയിൽ നിന്നും ഒരു ഫ്രീ കിക്ക് നേടിയെടുക്കുന്നതിൽ വിജയിക്കുന്നു ഡോറി. ആൻഡ് യെല്ലോ കാർഡ് ഫോർ മെയിൽസൺ ആൽവസ്. തൃശൂർ മാജിക്കിന്റെ ക്യാപ്റ്റൻ മെയിൽസൺ ആൽവസിന് യെല്ലോ ആൻഡ് മോർ ഓവർ ഡേഞ്ചറസ് ഫ്രീ കിക്ക് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഫോർസ കൊച്ചി ജസ്റ്റ് ഔട്ട്സൈഡ് ദി തൃശൂർ മാജിക് ബോക്സ്. രാഹുൽ കെ പിയിൽ നിന്ന് തുടങ്ങിയ ഒരു ബോളാണ്, അദ്ദേഹത്തിന്റെ ഒരു ത്രൂ പാസ് ആണ് അവിടെ രണ്ട് ഡിഫൻസിന്റെ ഇടയിലൂടെ പ്ലേസ് ചെയ്യുന്നത്. അത് ഡോറിയൽട്ടൺ എടുത്തെങ്കിലും അവിടെ ഒരു ചലഞ്ച് വരുന്നു. നിജോ ലെഫ്റ്റ് വിങ്ങിൽ ആ പന്ത് റിസീവ് ചെയ്യുന്നു. നിജോ ഗിൽബർട്ട്, നിജോയുടെ ഡയഗണൽ ബോ പന്തിന്മേൽ ചവിട്ടി താഴേക്ക് വീഴുകയാണ് അവിടെ ഫോർസ കൊച്ചിയുടെ മുന്നേറ്റ നിരത്താരം. ഐ തിങ്ക് നിദാലാണ് താഴേക്ക് വീഴുന്നത്. ഇവിടെ മറുഭാഗത്ത് നല്ലൊരു കൗണ്ടർ, ചാൻസ് ഫോർ തൃശൂർ, തൃശൂർ മാജിക്. ഓ മൈ ഗുഡ്നസ്, എനിക്ക് തോന്നുന്നു അവിടെ ഗോൾ ഡിസലോ ചെയ്തിരിക്കുന്നു. ഗോൾ ഡിസലോഡ്. സിൽവ ഗോമസ് ഫിലോ ഗോൾ സെലിബ്രേറ്റ് ചെയ്തുവെങ്കിലും ആ സെലിബ്രേഷന് ഒരു സെക്കൻഡ് പോലും ആയുസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഗോൾ ഡിസലോ ചെയ്തിരിക്കുകയാണ്. സ്റ്റിൽ ഇറ്റ്സ് നിൽ നിൽ. ഇവിടെയാണ് നല്ലൊരു അറ്റാക്ക് ആയിരുന്നു അവിടെ. ഷംനാദാണ് ഫ്രണ്ടിലുള്ളത്. ആ ഒരു പാസ് നമുക്ക് കാണാം. വീണ്ടും ഫോർസ കൊച്ചിയുടെ നല്ലൊരു മുന്നേറ്റമാണ്. മറുഭാഗത്ത് തൃശൂർ മാജിക്ക് ഒരു ഗോൾ നേടി നിരാശരാവേണ്ടി വന്നുവെങ്കിലും തൊട്ടിപ്പുറത്ത് അടുത്ത നിമിഷം ഇതാ ക്യാപ്റ്റൻ മുഹമ്മദ് നിദാൽ ഫ്രം തുണീസിയ. ഫോർസ കൊച്ചി ആദ്യ വെടി പൊട്ടിക്കുന്നു. മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ ഇതാ തൃശൂർ മാജിക്കിനെതിരെ ഫോർസ കൊച്ചി, the Force of Kochi leading 1-0 in Mancheri. മികച്ച ഒരു പാസിലൂടെ ഉള്ളിലേക്ക് കടന്നു വന്ന് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് സെയ്ദ് നിദാലിന് ഒരു പവർഫുൾ ഷോട്ട്. അവിടെ മേസൺ ആൽവസിന്റെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ രണ്ടുപേരെ നടുവിലൂടെ ആ ഒരു ബോൾ ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് ഗോളായി മാറുകയാണ്. അവിടെ മികച്ച ഷോട്ട്, ഒരു പവർഫുൾ ഷോട്ടിലൂടെ ഗോളാക്കി മാറ്റിയിരിക്കുകയാണ് സെയ്ദ് നിദാൽ. What a goal! What a goal! വീണ്ടും ഒരിക്കൽ കൂടി ക്ലിയറൻസ് ആണ് ഡിഫൻസിൽ നിന്നും. ബോക്സിനകത്ത് ചാൻസ്. ഓ വാട്ട് a try! What a try man! വീണ്ടും ഒരിക്കൽ കൂടി ഗോൾ കീപ്പർക്ക് നന്ദി പറയുക അജ്മൽ. What a save! ഗോൾ ഇവിടെ റഫറി യെല്ലോ കാർഡ് വെളിയിലെടുക്കുന്നു. യെല്ലോ കാർഡാണ് റഫറി വെളിയിലെടുത്തിരിക്കുന്നത് ഫോർ തൃശൂർ മാജിക് പ്ലെയർ. ഐ തിങ്ക് ഫോർ സുജിത് പി ആർ. മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരള പവേഡ് ബൈ അമൂൽ. ഫോർസ കൊച്ചി തങ്ങളുടെ ഫോഴ്സ് തെളിയിക്കുകയാണ്. ഫോഴ്സ് ഓഫ് കൊച്ചി, ദ ഫോർസ കൊച്ചി ഫൈനൽ വിസിൽ. ബാക്ക് ടു ബാക്ക് വിൻസ് ഫോർ ദ ഫോഴ്സ് ഓഫ് കൊച്ചി. കൊച്ചിയുടെ സ്വന്തം ഫോഴ്സിന് ഫോർസ കൊച്ചിക്ക് മഹീന്ദ്ര സൂപ്പർ ലീഗ് കേരളയിൽ തുടർച്ചയായ രണ്ടാം വിജയം. They made it again. 1-0 തൃശൂർ മാജിക് 0 ഫോർസ കൊച്ചി 1. 48% പന്തവകാശം മാത്രമേ ഫോർസയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. 11 ഷോട്ടുകൾ തൃശൂരിന്റേതായിരുന്നു. ടാർഗറ്റിൽ തൃശൂരിന്റെ 3 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. കോർണറുകൾ 8 നേടി തൃശൂരായിരുന്നു. പക്ഷേ നിർണായകമായ ഒറ്റ ഗോൾ, നിർണായകമായ ആ ഒറ്റ ഗോളിൽ
രണ്ടാം പകുതിയിൽ ക്യാപ്റ്റൻ നിദാൽ നേടിയ ഒറ്റ ഗോളിൽ ഇന്നത്തെ നിർണായകമായ 3 പോയിന്റ് നേടിയെടുത്തിരിക്കുകയാണ്